ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മദ്യപിച്ച് വിഷമിച്ച് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സച്ചിയെ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിയേട്ടനെ എനിക്കറിയാം, അച്ഛനറിയാം, അതുകൊണ്ട് നമ്മളാരും സച്ചിയേട്ടനെ പറ്റി തെറ്റിദ്ധരിക്കത്തില്ല. അവരുടെ മനസ്സിലുള്ള കാര്യം അവർ പറഞ്ഞു. പക്ഷേ സച്ചിയേട്ടൻ്റെ മനസ്സിൽ കള്ളമില്ലെന്ന് ഞങ്ങൾക്കറിയില്ലേ. സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ, ഭക്ഷണം കഴിക്കുന്നൊക്കെ രേവതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ സച്ചി എപ്പോഴും അച്ഛൻ്റെ ആ സങ്കടം, രാവിലെ പറഞ്ഞ ആ മനസ്സ് തുറന്നുള്ള സങ്കടം സച്ചിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നടത്തി കൊടുക്കും രേവതി, അച്ഛന് വേണ്ടി ഞാൻ മുറി പണിയും എന്നൊക്കെ ഭയങ്കര സങ്കടത്തിൽ വീണ്ടും സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. രേവതിയും സമാധാനിപ്പിച്ച് ഇനി എന്ത് പറയണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണേ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഭയങ്കര മണിയടിയുടെ ഒച്ചയെ വെളുപ്പാങ്കാലത്ത് തന്നെ. ചന്ദ്രയൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. എടി രേവതി, എന്താടി നീ കാണിക്കുന്നത്? രാവിലെ തന്നെ ഈ മണിയടിച്ചൊക്കെ മനുഷ്യനെ ശല്യപ്പെടുത്തുവാണോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പുറത്തുനിന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ ഇവളല്ലേ ഈ മണിയടിക്കുന്നത്, പിന്നെ ആരാന്ന് ചന്ദ്ര ആലോചിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയും എല്ലാവരും മുറിയിൽ നിന്നും ഉറക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇന്നലെ രാത്രി തന്നെ മര്യാദ കുറങ്ങിയില്ല ഈ സച്ചിയുടെ ബഹളം കാരണം. ഇന്നിപ്പോൾ രാവിലെ തന്നെ എന്നെ മണിയടിച്ച് ശല്യപ്പെടുത്തുന്നു. എന്താ അമ്മ ഇത്, മനുഷ്യൻ ഉറങ്ങണ്ടേ എന്നൊക്കെ ആരാമ ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കും രവീന്ദ്രനും എല്ലാവരും ഇവിടെ ഹോളിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല ഇത് ആരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പോയി നോക്കുമ്പോഴേക്കും സച്ചി പൂജാമുറിയിലിരുന്ന് നല്ല പ്രാർത്ഥനയാണ്. മണിയടിച്ച് ആരതിയൊക്കെ എടുത്തിരുന്ന ദൈവത്തിന് നല്ലോണം പ്രാർത്ഥിക്കുവാണ്. ഈ സീൻ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് സച്ചിയുടെ പ്രാർത്ഥനയൊക്കെ കാണുമ്പോഴേക്കും. ശ്രീകാന്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് വേഷമാണ് സച്ചിയേട്ട ഇത്? ഞങ്ങൾ സാധാരണ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പോലും സച്ചിയേട്ടൻ വരാറില്ലല്ലോ, ഇന്നിതെന്തു പറ്റിയെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇന്നലെ കള്ളുകൂടി കുറേയൊക്കെ പറഞ്ഞായിരുന്നില്ലേ, അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുമായിരിക്കും രാവിലെ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ടെന്ന് ശ്രുതി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിക്ക് ദേഷ്യം വരും. രേവതി പറയുന്നുണ്ട്, അതിന് എൻ്റെ സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ രേവതി നല്ല മറുപടി തിരിച്ചും പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി, ഇന്ന് നിനക്ക് പതിവില്ലാതെ ഇത് എന്തു പറ്റിയെന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ. അപ്പോഴേക്കും സച്ചി തൻ്റെ അച്ഛനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിരുന്നു അച്ഛാ, എന്നോട് ക്ഷമിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കും, എന്താടാ സച്ചി? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഇന്നലത്തെ ആ കാര്യം ഓർത്തിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുക. അച്ഛനാണ് ഞങ്ങളെ വളർത്തി ഇത്രയും നല്ല നിലയിൽ എത്തിച്ചത്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി ഈ വീട് ഇങ്ങനത്തെ ഒരു നിലയിലും ആക്കി. എന്നിട്ട് അച്ഛനൊരു ആവശ്യം പറഞ്ഞിട്ട് ഒരു മുറിയുടെ വിഷയം പറഞ്ഞ് അച്ഛൻ ഇന്നലെ വിഷമിച്ചില്ലേ, അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാന്ന് സച്ചി വീണ്ടും പറയുവാണേ. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രക്ക് പിടിക്കുന്നില്ലേ. ചന്ദ്ര പറയുന്നുണ്ട്, മര്യാദക്ക് വർഷയുടെ അമ്മ ഇന്നലെ കൊണ്ടുവന്ന് ക്യാഷ് തന്നതല്ലേ മുറി പണിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ വല്ലവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ മുറി പണിയേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് വർഷയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താ കുഴപ്പം, എൻ്റെ വീട്ടുകാർക്ക് എന്താ കുഴപ്പമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ശ്രീകാന്തെ നിനക്കറിയാലോ വർഷയുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ എന്തുമാത്രം അപമാനിച്ചിട്ടുണ്ടെന്ന്, സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈ വർഷയുടെ വീട്ടുകാരുടെ നിന്ന് ഒരു പൈസ പോലും ഈ കുടുംബത്തിലെ കാര്യത്തിന് ചെലവഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ വർഷക്ക് ഒന്നുകൂടെ ദേഷ്യം വരും, ഈ സച്ചിയേട്ടൻ എന്താ, എൻ്റെ കുടുംബക്കാർക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ ഒച്ചെടുക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് പറഞ്ഞ് വെറുതെ ഓരോന്നും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് വർഷയെ സമാധാനിപ്പിച്ച് ശ്രീകാന്ത് മാറ്റുവാണേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അച്ഛാ, ഈ വീട്ടിലെ മുറിയുടെ വിഷയത്തിലല്ല എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്, അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുന്നതും മുറിയുടെ കാര്യത്തിലാണ്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അച്ഛൻ ഇനി വിഷമിക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ നീയും നിൻ്റെ ഭാര്യയും കൂടി ഈ വീട്ടിൽ നിന്നും പോകുവാണോ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ശ്രുതിയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇന്നലെ ഇവൻ പറഞ്ഞു ഞാൻ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുവാണെന്ന്, ഇപ്പോൾ ദേ അവരെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ തീരുമാനം പറയാം അച്ഛാ, ഇവിടെയുള്ള ഈ മുറി ഇത് എപ്പോഴും മുറിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവൻ തന്നെ എടുത്തോട്ടെ, ആ മുറി ശ്രീകാന്തും എടുത്തോട്ടെ, ഞാനും രേവതിയും ഇവിടെ ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കഴിഞ്ഞോളാം എന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, ഓ ഈ ബോധം ഇവൻ ഇപ്പോഴാണോ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ സമ്പാദിച്ച് എന്നെക്കൊണ്ട് എപ്പോൾ പറ്റുന്നോ അപ്പോഴേ ഇനി ഇവിടെ ഒരു മുറി പണിയുള്ളൂ എന്ന് സച്ചി ഒരു ഉറച്ച തീരുമാനം എടുക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും കൂടി സച്ചിയെ കളിയാക്കുന്നുണ്ട്, ഇവൻ ഇങ്ങനെ തന്നെയല്ലേ രേവതിക്ക് ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ശപഥം എടുത്തത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ശപഥം തന്നെ ഇപ്പോഴും നിറവേറ്റിട്ടില്ല, രേവതിക്ക് എവിടെ സ്വർണം മേടിച്ചു കൊടുത്തു, ഒരു താലിമാല അതല്ലേ മേടിച്ചു കൊടുത്തുള്ളൂ എന്ന് ശ്രുതി കളിയാക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശപഥമൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റിയ ഞാൻ പണിയും, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുവേ. രേവതി ശ്രുതിയോട് ചൂടാവുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ ഭർത്താവിനെ കൊണ്ട് പറ്റില്ലെന്നാണ് ശ്രുതി പറയുന്നത്, എൻ്റെ ഭർത്താവിനെ കൊണ്ട്
കൊണ്ട് പറ്റും എന്ന് രേവതി ഉറച്ചു പറയുവാണേ. അപ്പോൾ സച്ചി രേവതിയെ തടയുന്നുണ്ട്. രേവതി നീ ഒന്നും പറയണ്ട, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയും അതെങ്ങനെ എന്ത് വേണമെങ്കിലും പറയട്ടെ, എൻ്റെ സച്ചേട്ടനെ പറ്റിയിട്ടല്ലേ അവർ പറയുന്നത്, സച്ചേട്ടന് ഇതൊന്നും സാധിക്കില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അത് പിന്നെ ശരിയല്ലേ രേവതി, രേവതിക്ക് സ്വർണം മേടിച്ച് തരാൻ തന്നെ എന്തായാലും ഒരു 3 വർഷം എടുക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണ് ഈ മുറി പണിയാൻ പോകുന്നതെന്ന് ശ്രുതി വീണ്ടും കളിയാക്കുവാണേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് നീ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ പാട്ടിലൊക്കെ ഒരു ദിവസം കൊണ്ട് കോടീശ്വരനാകുന്നത്, അതേപോലെ എന്തെങ്കിലും നടക്കുമെന്ന് വെച്ച് ഇരിക്കുക, വെറുതെ വാക്ക് കൊണ്ട് ഇവൻ പറയുന്നതേ ഉള്ളൂ, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് ചന്ദ്രയും കളിയാക്കുവാണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് എന്തുകൊണ്ട് നടക്കില്ല, മനസ്സിൽ വിശ്വാസവും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടായാൽ മാത്രം മതി, നമുക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാമെന്നാണ് രേവതി പറയുന്നത്. അപ്പോൾ ശ്രുതി വീണ്ടും അതിനെ കളിയാക്കി മറുപടി കൊടുക്കുന്നുണ്ട്. മുറി കെട്ടുന്നത് പൂ കെട്ടുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല രേവതി, വെറുതെ ഓരോ ശബ്ദങ്ങളൊന്നും എടുത്തു വെക്കാതെ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറും. രേവതിക്ക് അത് വാശിയായി മാറുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് ശബ്ദമായിട്ട് തന്നെ കൂട്ടിക്കോ, എൻ്റെ സച്ചേട്ടൻ തന്നെ അധ്വാനിച്ച് മുകളിൽ സച്ചേട്ടൻ്റെ കാശ് കൊണ്ട് തന്നെ ഒരു മുറി പണിയെന്ന് പറയുമ്പോൾ സച്ചേട്ടി രേവതി രേവതി എന്ന് പറഞ്ഞ് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രേവതി എന്നിട്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ് അച്ഛൻ ഇനി ഒരാളുടെ മുമ്പിലും പൈസക്ക് വേണ്ടി കടം മേടിക്കാനൊന്നും പോകാൻ നിൽക്കണ്ട, പൈസയുടെ കാര്യം ആലോചിച്ച് അച്ഛൻ ടെൻഷനും ആവണ്ട, എൻ്റെ സച്ചിയേട്ടൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെ സച്ചിയേട്ടൻ്റെ കാശ് കൊണ്ട് തന്നെ മുകളിൽ ഒരു മുറി പണിതിരിക്കുമെന്ന് രേവതി ഉറച്ച തീരുമാനം എടുത്തിട്ട് ശബ്ദമായിട്ട് തന്നെ അത് പറയുവാണേ. രേവതിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കുവാണേ. ചന്ദ്രക്ക് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് രേവതിയുടെ മുഖത്ത് അത്രക്കും നല്ല വാശിക്കും നല്ല ഇതിൽ തന്നെയാണ് രേവതി ആ ശബ്ദം എടുത്തിരിക്കുന്നത്. അപ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ കൊണ്ട് തോറ്റല്ലോ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വെച്ചപ്പോൾ ദേ അവൾ ശബ്ദം എടുത്തിരിക്കുന്നു എന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും അവനെക്കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ മോളെ, ഞാനും കൂടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറയുമ്പോൾ രേവതി പറയും അച്ഛനെന്താ അച്ഛൻ്റെ മകളിൽ വിശ്വാസമില്ലേ, ഞാനാ പറയുന്നത് സച്ചിയേട്ടൻ്റെ കാശ് കൊണ്ട് തന്നെ മുറി പണിയും, ഒരാളുടെ ഒരു ചില്ല് കാശ് പോലും അതിനാവശ്യമില്ല, അച്ഛൻ്റെ മകനെ വിശ്വസിക്കുക എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവരേതായാലും അവരെന്നെ ഒറ്റയ്ക്ക് മുറി കെട്ടാമെന്ന് സമ്മതിച്ചില്ലേ, അപ്പോൾ ഇനി ഈ മാസം ഞങ്ങൾ പൈസ തരുന്ന പരിപാടി അത് വേണ്ടല്ലോ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ സുധിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, വീട്ടു ചെലവിന് പിന്നെ കാശ് കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ്. അല്ല അച്ഛനെ പെൻഷൻ കാശൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് സുധി അതിന് മറുപടിയായിട്ട് പറയുന്നത്. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും, എന്തൊരു മകനാടാ നീ, ഈ വയസ്സാം കാലത്ത് അച്ഛൻ വെറുതെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഇത്രയും കാലം അദ്ദേഹം കഷ്ടപ്പെട്ട് പണിയെടുത്തതല്ലേ, അതിനുള്ള പ്രതിഫലമാണ് ആ പെൻഷൻ, നീ അതിലും കൂടി നോട്ടിട്ട് വെച്ചിരിക്കുവാണോ എന്ന് സച്ചി ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളെ പൈസ കൊടുത്തോളാം സച്ചി, എന്തായാലും സച്ചി അതിൽ കയറി കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട, വാ സുധി നമുക്ക് പണിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയും കൂട്ടി ശ്രുതി പോകുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പൂ കെട്ടിയും കാർ ഓടിച്ചും ഇവരെങ്ങനെയാ മുറി കെട്ടുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയും എൻ്റെ സച്ചേട്ടൻ അത് കെട്ടിയിരിക്കും. അപ്പോൾ വർഷ വന്ന് പറയുന്നുണ്ട് രേവതി ചേച്ചി നിങ്ങൾ മുറി കെട്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ രേവതി ചേച്ചിയുടെ ആ കോൺഫിഡൻസ് ഇല്ലേ അതിനൊരു കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ രേവതിയെ കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും സഹായിക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയും വേണ്ട ശ്രീകാന്ത്, ഞാൻ പറഞ്ഞില്ലേ സച്ചേട്ടൻ ഒറ്റക്കാ മുറി കെട്ടിക്കോളും എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ എടുത്തു ചാടി ഒരു ശബ്ദമൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. ഇല്ലച്ച ഇതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ്, സച്ചേട്ടൻ എന്തായാലും മുറി കെട്ടിയിരിക്കും എന്ന് പറയുവാണ്. എന്നിട്ട് രേവതി അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടി പോകുവേ. സച്ചി പറയുന്നുണ്ട് വിടച്ച അച്ഛൻ ഇനി അതോർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ എന്തായാലും അവളേതായാലും തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ, ആ കാര്യം ഞങ്ങൾ ഏറ്റവും അച്ഛൻ ഇനി സന്തോഷത്തോടെ ഇരിക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സച്ചി നേരെ അടുക്കളയിലോട്ട് പോയിട്ട് രേവതിക്കിട്ടൊരു തല്ല് കൊടുക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ഇതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് പിന്നെ എന്താ ഇത്, എന്നോട് ചോദിക്കാതെ നീ ഓരോ തീരുമാനം എടുത്തിട്ട് ലാസ്റ്റ് പെട്ടിരിക്കുന്നത് ഞാനാന്ന് പറയുവാണ്. അപ്പോഴേക്ക് രേവതി ചോദിക്കും ഞാൻ എങ്ങനെ സച്ചേട്ടനെ പെടുത്തിയെന്നാണ് പറയുന്നത്, പിന്നല്ലാതെ ഞാൻ ഒറ്റക്ക് സമ്പാദിച്ച മോളിൽ മുറി കെട്ടുമെന്നൊക്കെ എന്നോട് ചോദിക്കാതെ നിന്നോട് ആരെ ഇങ്ങനെയൊക്കെ ഓരോ ശബ്ദം എടുക്കാൻ പറയുന്നതെന്ന്, അന്നും ഇതേപോലെ ആയിരുന്നു, ഞാൻ സമ്പാദിച്ച് നിനക്ക് സ്വർണം മേടിച്ച് തരുമെന്ന് പറഞ്ഞൊരു ശബ്ദം, ആ ശബ്ദം ഇപ്പോഴും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴത്തെ വേറൊരു ശബ്ദം അവൾ എടുത്തിരിക്കുന്നു എന്നൊക്കെ സച്ചി പറയുവാണേ. അല്ല രേവതി, എൻ്റെ അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ല, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഒരു കാര്യം പറയാൻ പാടുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണേ.
സച്ചിയേട്ടനെ കൊണ്ട് പറ്റും, എനിക്കതിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയും, അതെങ്ങനെ രേവതി, ഒരു മുറി കെട്ടാൻ എന്തോരം ചിലവുണ്ടെന്നറിയോ രേവതി, എന്തോരം കാശാകും. അപ്പോൾ രേവതി പറയും, അതെനിക്കും അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സച്ചിയേട്ടൻ്റെ അച്ഛൻ ഓരോരുത്തരുടെ അടുത്തും പോയി പൈസക്ക് വേണ്ടി മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരും. അവരുടെ കയ്യിൽ നിന്നൊന്നും പൈസ കിട്ടില്ലെങ്കിൽ അച്ഛനത് താങ്ങാൻ പോലും സാധിക്കില്ല. അച്ഛൻ്റെ മനസ്സിന് വിഷമാവും. ഈ റിട്ടയറായ കാലത്ത് അച്ഛൻ ഇനി മനസ്സ് വിഷമിച്ച് നടക്കണോ? അച്ഛൻ നമുക്ക് വേണ്ടിയിട്ടല്ലേ മുറി കെട്ടാൻ വേണ്ടി നടക്കുന്നേ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനം മുറി കെട്ടുമെന്ന് എന്തായാലും പറഞ്ഞ് നടക്കുമല്ലേ. അപ്പോൾ എന്തായാലും അച്ഛൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടായാലും അത് കെട്ടാൻ നോക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇനി ആരുടെ മുമ്പിലും പോയി കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചിക്ക് ആ ഒരു ആൻസർ കൺവിൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. സച്ചി പറയും, നീ പറഞ്ഞത് ശരിയാ, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അച്ഛൻ ആളുകളുടെ മുമ്പിൽ പോയി പൈസക്ക് വേണ്ടി നിൽക്കില്ല. എന്നാലും നീ ആ ശബ്ദം എടുത്തുകൊണ്ട് ഞാൻ പെട്ടില്ല രേവതി, ഞാൻ എങ്ങനെ മുറി കെട്ടുമെന്നോ നീ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, നമുക്കൊരു കാറും കൂടി മേടിച്ചാലോ? സച്ചി പറയും, ഒരു കാറും കൂടിയോ? 2 കാറും കൂടി ഞാൻ എങ്ങനെ ഓടിക്കാനാ രേവതി? അല്ല സച്ചിയേട്ടാ, ഒരു കാറും കൂടി എടുത്തിട്ട് നമുക്കത് ഓടിക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറയുവാണ്. അപ്പം പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാശും കൂടി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അത് നല്ല ഐഡിയ ആണ്, പക്ഷേ ആ കാറ് മേടിക്കാൻ കാശ് വേണ്ടേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ അമ്മയുടെ കയ്യിലുണ്ടല്ലോ, നമുക്കത് വിറ്റിട്ട് നമുക്കൊരു കാർ മേടിക്കാമെന്ന് പറയുവാണ്. സച്ചി പറയും, അതൊന്നും ശരിയാവില്ല രേവതി. ഇല്ല, അച്ചമ്മ തന്ന സ്വർണവും അതിൻ്റെ കൂട്ടത്തിലുണ്ട് സച്ചിയേട്ടാന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ആ സ്വർണം ചോദിക്കുന്നത് ശരിയല്ല. കാരണം നിനക്ക് ഞാൻ ഇനി സ്വർണം മേടിച്ച് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയി ആ സ്വർണം തരാൻ പറഞ്ഞാൽ അവരെന്നെ നോക്കി പുച്ഛിക്കില്ല രേവതി, ആ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് പറയുവാണ് സച്ചി. രേവതി പറയും, എനിക്കിടാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ സച്ചിയേട്ടാ, കാറ് മേടിക്കാനല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സംസാരം അറിയാലോ, അമ്മ വെറുതെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തി മനുഷ്യനെ വിഷമിപ്പിക്കും എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ അതോർത്ത് വിഷമിക്കണ്ട, അതിന് വേറെ എന്തെങ്കിലും വഴി തെളിഞ്ഞു വരും, ഇതിപ്പോൾ നമുക്കിവിടെ നിർത്താം, ഞാൻ പണിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ്. അവിടെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എപ്പോഴും ഭയങ്കര ടെൻഷനാണല്ലേ, എപ്പോഴും ഈ ബിസിനസ്സിൻ്റെ കാര്യം ആലോചിച്ചതിനൊരു ഇരിപ്പാണല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, നമുക്ക് കുറച്ച് നേരം കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ? അപ്പോൾ ശ്രുതി ചോദിക്കും, എവിടെ പോവാൻ? അല്ല, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ മാരേജ് ഉണ്ട്, കുറേ VIP ഒക്കെ വരും, ആകെ കുറച്ച് പേരേ വിളിച്ചിട്ടുള്ളൂ, എന്നെയും വിളിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ അവിടെ പോയാലോ? റിസോർട്ടിൽ വെച്ചിട്ടാണ് കല്യാണം, റിസോർട്ടിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, നാളെ നമ്മൾ പോയാൽ ഈ കടയൊക്കെ ആര് നോക്കും? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ. സ്റ്റാഫിനെ വിശ്വസിച്ചിട്ടൊന്നും വരാൻ പറ്റില്ല ശ്രുതി. ശ്രുതി പറയും, പ്ലീസ് ശ്രുതി, അവിടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കായിട്ടൊരു മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോവാൻ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുവാണേ ശ്രുതിയെ. ശ്രുതി പറയുന്നുണ്ട്, സാധാരണ ഞാൻ വന്നാൽ നീ എന്നെ എപ്പോഴും ദേഷ്യത്തോട് ഓടിക്കാറാണല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അത് പിന്നെ ശ്രുതി, എനിക്ക് ഇപ്പോൾ ശ്രുതിനെ എൻ്റെ കൂടെ കിട്ടണം എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലിമിറ്റഡ് ഓഫറാണെന്നൊക്കെ ശ്രുതി ഓഫറൊക്കെ കൊടുക്കുമ്പോഴേക്കും ശ്രുതി അതിൽ വീഴുവാണേ. ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ശരി, നമുക്കെന്നാൽ പോയിട്ടൊക്കെ വരാം എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിക്കൊരു കോള് വരുവാണേ. കോള് വന്നിട്ട് ആ കോളിൽ അപ്പുറത്തെ സൈഡിലുള്ള ആൾ പറയുന്നുണ്ട്, സാർ, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, ഞങ്ങളൊരു പുതിയ അപ്പാർട്ട്മെൻറ്റ് തുടങ്ങുവാണ്, അപ്പോൾ അവിടത്തേക്കായിട്ടുള്ള സാധനങ്ങളാണ്. എന്ത് സാധനങ്ങളാണെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, 5 TV, 5 ഫ്രിഡ്ജ്, 5 വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇത്രയും സാധനങ്ങൾ ഒരു ദിവസം? സാർ, ഞങ്ങൾ വേറെ വലിയ കടയിലൊക്കെ പോയി നോക്കി, പക്ഷേ അവർക്ക് നാളെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഷോപ്പിൽ വന്ന നാളെ തന്നെ നമുക്കത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതിനെന്താ, നാളെ തന്നെ വന്നോളൂ, ഞാൻ എല്ലാം തരാമെന്ന് ശ്രുതി പറയുവാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി അപ്പോൾ ശ്രുതിനോട് പറയുന്നുണ്ട്, ശ്രുതി, ഇത് കേട്ടോ, അവർ നാളെ ഈ ഷോപ്പിൽ വരുന്നുണ്ടെന്ന്, എങ്ങനെയായാലും ഇത്രയും സാധനം മേടിക്കുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാവുമെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് നമ്മൾ നാളെ ഇല്ലല്ലോ, നാളെ കല്യാണത്തിന് പോവില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് തൽക്കാലം ശ്രുതി തന്നെ പൊയ്ക്കോ, ഈ കാര്യം ഇവിടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല ശ്രുതി, മനസ്സിലാക്കുക, നാളെ ഞാനിവിടെ വേണം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ഭയങ്കര നിരാശയിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.